2 times of A is equal to 5 times of B and that is equal to 7 times of C. Clear ആയോ? അതായത് എന്താണ് 2 times of A is equal to 5 times of B that is equal to 7 times of C. Clear ആയോ? അപ്പോൾ ഇങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ കാണും നോക്കിക്കോളൂ. ഇങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. അതായത് ഇവിടെ നിങ്ങൾക്ക് 2A is equal to 5B. 2A is equal to 5B ആണ്. സോ ഇത് നിങ്ങൾക്ക് A by B കാണാം. A by B is equal to 5/2 അല്ലേ? അപ്പോൾ എനിക്കതിൽ നിന്ന് എന്ത് കിട്ടി? A is to B കിട്ടി, 5 is to 2. ക്ലിയർ ആയോ? ഇനി രണ്ടാമത്തെ നോക്കിക്കോളൂ. 5B is equal to 7C ആണ്. സോ ഐ ക്യാൻ ഫൈൻഡ് വാട്ട് ഈസ് B by C. B by C 7/5 ആണ്. സോ അതിൽ നിന്ന് എനിക്ക് എന്ത് കിട്ടി? B is to C കിട്ടി. B is to C 7/5 ആണ്. ഇവിടെ നോക്കിക്കോളൂ, A is to B ഉണ്ട്, B is to C ഉണ്ട്. എനിക്ക് റേഷ്യോസ് എങ്ങനെയാണ് കമ്പൈൻ ചെയ്യേണ്ടതെന്ന് അറിയാം, നമ്മളിപ്പോൾ പഠിച്ചേ ഉള്ളൂ. സോ അതിൽ നിന്ന് എനിക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? A is to B is to Cയുടെ റേഷ്യോ കാണാം, 5:7:5 അല്ലേ? ഇവിടെ 2 വരും, ഇവിടെ 7 വരും. സോ എനിക്ക് കിട്ടി 35, 14, 10 അല്ലേ? ഈ ആൾ അല്ലെങ്കിൽ നമുക്ക് ഈ ആളെ 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, ഈ ആളെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 7 കൊണ്ട് ചെയ്യുമ്പോൾ 35 കിട്ടും, 14 കിട്ടും, 2 കൊണ്ട് ചെയ്യുമ്പം 10 കിട്ടും. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യാം. ഐദർ യു ക്യാൻ ഫോളോ ദിസ് മെത്തേഡ്, ഇല്ലെങ്കിൽ ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. ഇല്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് നോക്കി. ഇല്ലെങ്കിൽ ഇവിടെ നമുക്ക് 3 നമ്പേഴ്സ് ഉണ്ട്, ആ 3 നമ്പേഴ്സ് എടുക്കുക. 2, 5, 7. എഗെയിൻ ഒന്നെങ്കിൽ 3 നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റ് കണ്ടുപിടിക്കുക, ഇല്ലെങ്കിൽ 3 നമ്പേഴ്സിൻ്റെ LCM കണ്ടുപിടിക്കുക.